ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സീക്രട്ട് ഏജന്റ്. നല്ലൊരു പണിയാ ഒപ്പിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. ആ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്തൻ. അങ്ങനെ പറയരുത്. കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ടത് പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. സിദ്ധനാ, മഹാസിദ്ധൻ. ബോധ്യായി. അവിടെ നോടി ഇവിടെ പറയാമെന്നത് അപ്പതേ ഇവിടെ ഇരിക്കുന്നു. നാലെടുത്ത് ഒരേ സമയം കണ്ടിരിക്കണു ചിലര്. അഖിലും ഞാനും തമ്മിൽ ഇനിയിപ്പോ ഞാൻ വന്നിരുന്നിട്ട് അഖില വലിച്ചു കീറുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് വേണ്ട. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. അവനകത്ത് വെച്ചിട്ട് പറയുന്നു, ഞാനത് കണ്ടന്റ് ഞാൻ കേട്ടു, ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജന്റ് എന്ന മൃഗമല്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എന്താ താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം കൂടി അവനുണ്ടാവണം. അതവനില്ല. അവിടാണ് അവന് പറ്റിയ മിസ്റ്റേക്ക്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. ഞാനൊരു സത്യം പറയട്ടെടാ പട്ടി. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പിന്നെ ഈ ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്തവൻ സീക്രട്ട് ഏജന്റ് എന്നുള്ളത് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാനും അഖിൽമാരും കഴിഞ്ഞ ശനിയാഴ്ച കണ്ട സമയത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ, ഇപ്പൊ എനിക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഞാനും, അഖിലിന് പറയേണ്ട കാര്യങ്ങൾ അഖിലും പറഞ്ഞു. എപ്പോ നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ? ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്കാരിമാരല്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സീനോ കാര്യങ്ങളോ ഇല്ല. ഉണ്ടായിരുന്നത് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തിട്ടുണ്ട്. അല്ല അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലേ? എന്ത് പ്രശ്നം? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു.